കൊല്ലം കുണ്ടറയിൽ ട്രെയിൻ അട്ടിമറിക്ക് ശ്രമമെന്നാണ് സംശയം. പാളത്തിന് കുറുകെ ടെലിഫോൺ പോസ്റ്റ് വെച്ചത് കണ്ടതോടെ രാത്രി 3 മണിയോടെ ഇത് മാറ്റി. പാലരുവി ട്രെയിൻ കടന്നു പോകുന്നതിന് മുമ്പാണ് സംഭവം. ആ ചിത്രമാണ് പ്രേക്ഷകർ കാണുന്നത്. റെയിൽവേ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അരുൺരാജ് അരുൺ, ഇതെടുത്ത് മാറ്റിയില്ലെങ്കിൽ ഒരുപക്ഷെ ഒരു വലിയ ദുരന്തത്തിന് നമ്മൾ കാണേണ്ടി വന്നേനെ. എന്താണ് ഉണ്ടായത് എന്നാണ് അറിയാൻ കഴിയുന്നത് അരുൺ? അഷ്മി, തീർച്ചയായും നാട്ടുകാർ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് രാവിലെ കേരളം ഉണരുന്നത് വലിയ ദുരന്ത വാർത്തയോടെയായിരുന്നേനെ. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് കുണ്ട്ര ആറുമുറിക്കട പഴയ ഫയർ സ്റ്റേഷന് സമീപത്തെ റെയിൽവേ ട്രാക്കിൽ ടെലിഫോൺ പോസ്റ്റ് റെയിൽവേ ട്രാക്കിന് കുറുകെ എടുത്തു വെച്ചതായി കണ്ടെത്തുന്നത്. ഈ 3 മണിയോടെ നാട്ടുകാർ കണ്ടതിനെ തുടർന്ന് നാട്ടുകാർ എഴുകോൺ പോലീസിൽ വിവരം അറിയിച്ചു. തുടർന്ന് പോലീസും നാട്ടുകാരും ചേർന്നാണ് ഈ ടെലിഫോൺ പോസ്റ്റ് ഈ പാളത്തിന് കുറുകെ ഇന്ന് എടുത്തു മാറ്റുന്നത്. ഇതിന് പിന്നാലെ 3:25 പാലരുവി എക്സ്പ്രസ് ഇതുവഴി കടന്നു പോവുകയും ചെയ്തു. ഇതിൽ നാട്ടുകാർ സംശയിക്കുന്നത് ട്രെയിൻ അട്ടിമറിക്കുള്ള ശ്രമമുണ്ടോ എന്നുള്ള കാര്യമാണ്. കാരണം പല ഘട്ടങ്ങളിലായി കുണ്ട്ര അടക്കമുള്ള പ്രദേശങ്ങളിൽ ട്രെയിന് നേരെ കല്ലെറിയുന്ന സംഭവം, അതുപോലെ തന്നെ റെയിൽവേ ട്രാക്കിൽ ഈ സാധനങ്ങൾ എടുത്തു വെക്കുന്ന സംഭവങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ അട്ടിമറി ശ്രമമുണ്ടോ എന്നീ കാര്യങ്ങൾ നാട്ടുകാർ തന്നെ പോലീസിന് മുമ്പ് സംശയമായി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും വിഷയത്തിൽ പുനലൂർ റെയിൽവേ പോലീസും അതുപോലെ തന്നെ എഴുകോൺ പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത് ലഹരി ഉപയോഗിച്ച സംഘങ്ങളാണോ ഇതിന് പിന്നിൽ എന്നുള്ള കാര്യത്തിലും പോലീസ് പ്രാഥമികമായ അന്വേഷണം നടത്തുന്നുണ്ട്. എന്തായാലും വലിയ ഞെട്ടലുണ്ടാക്കുന്ന സംഭവമാണ്. റെയിൽവേ ട്രാക്കിന് കുറുകെ ഒരു ടെലിഫോൺ പോസ്റ്റ് എടുത്തു വെച്ചിട്ട് ആ സ്ഥലത്ത് നിന്ന് കടന്നു കളയുക. ആ റെയിൽവേ ട്രാക്ക് അത് പുനലൂരിൽ നിന്ന് 3:25 ഇതുവഴിയാണ് ഈ പാലരുവി എക്സ്പ്രസ് കടന്നു പോകുന്നത്. അതിന് തൊട്ട് മുമ്പ് നാട്ടുകാരുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെട്ടതോടെയാണ് വലിയ ദുരന്തം തന്നെ ഒഴിവായിട്ടുള്ളത്. അരുൺ, ലഹരിയിൽ ബോധമില്ലാതെ ചെയ്തതാണോ അതോ മറ്റെന്തെങ്കിലും ഗൂഢോദ്ദേശത്തോടു കൂടി മനഃപൂർവ്വം ചെയ്തതാണോ എന്ന കാര്യമൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. ഇതെന്തായാലും യാദൃശ്ചികമായി എങ്ങനെയെങ്കിലും ഒരു പോസ്റ്റ് വീണതല്ല. ഇത് നേരെ കുറുകെ കൊണ്ട് കൈകൊണ്ട് പിടിച്ച് എടുത്തു വെച്ചതാണ്. അത് ഒരാൾ ചെയ്തതുമല്ല. എന്തായാലും അരുൺ, തീർച്ചയായും ഇത് പോലീസും സംശയിക്കുന്നത് ഇതിൽ കൃത്യമായ ലക്ഷ്യത്തോടു കൂടി തന്നെ എടുത്തു വെച്ചതാണ്. ഒരുപക്ഷെ അത് 2 സാധ്യതകളാണ് പോലീസിന് മുമ്പിലുള്ളത്. ഒന്നുകിൽ ഒരു അട്ടിമറി ശ്രമമാണ്, അല്ലെങ്കിൽ ഇതിൽ ലഹരി സംഘങ്ങൾ ഇതിൽ എടുത്തു വെച്ചതാണ്. പക്ഷേ എന്തു തന്നെയായാലും അത് വലിയ ദുരന്തം തന്നെ ഉണ്ടാക്കാൻ പോകുന്നതാണ്. വലിയ സമാനതകളില്ലാത്ത ദുരന്തം തന്നെ ഉണ്ടാവുകയും ചെയ്തതിനെ ഈ വിഷയത്തിൽ ഏതായാലും പോലീസ് ശക്തമായ അന്വേഷണം നടത്തുന്നുണ്ട്. റെയിൽവേ പോലീസും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് ഇപ്പോൾ കടക്കുകയാണ്. ഈ സമീപത്തുണ്ടായിരുന്ന ടെലിഫോൺ പോസ്റ്റ് അല്ല വീണത എന്നുള്ളതാണ് നിലവിൽ റെയിൽവേ പോലീസ് വ്യക്തമാക്കുന്നത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇതിൽ ബോധപൂർവമായ ഒരു ശ്രമം ചിലരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് ഒരു വ്യക്തി ചെയ്തതാണോ എന്ന കാര്യത്തിൽ പോലും പോലീസിനെ ഇപ്പോൾ ഉറപ്പിക്കുന്നില്ല. കാരണം ഇതിൽ ഒന്നിലധികം ആൾക്കാർ ഉണ്ട്, നേരിട്ട് ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് റെയിൽവേ പോലീസും സംശയിക്കുന്നത്. എന്തായാലും സംഭവത്തിൽ വിശദമായ അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. റെയിൽവേ പോലീസ് സമീപത്തെ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു. എഴുകോൺ പോലീസും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് ഇപ്പോൾ കടക്കുകയാണ്. എന്തായാലും ട്രെയിൻ അട്ടിമറിക്കുള്ള ശ്രമമാണ് എന്നുള്ളതാണ് നാട്ടുകാർ ഉന്നയിച്ച പരാതി. എന്തായാലും ആ സാധ്യത കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഉടനെ തന്നെ പ്രതികളിലേക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ് പോലീസ് പങ്കുവെക്കുന്ന ഒരു പ്രതീക്ഷ. കാരണം CCTV ദൃശ്യങ്ങൾ പലതും പോലീസ് ഇതിനോടകം തന്നെ ശേഖരിച്ചു. ആ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിന് തൊട്ടു മുമ്പ് ഇതുവഴി കടന്നുപോയവർ, ഈ പ്രദേശത്തുണ്ടായിരുന്നവർ എന്നിവരെ എല്ലാം കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണം ഉണ്ടാവുക. ഏതായാലും നിലവിൽ ഈ വലിയ ദുരന്തം ഉണ്ടാകാതെ പോയത് മഹാഭാഗ്യം എന്ന് മാത്രമേ പറയാൻ കഴിയൂ. കാരണം നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടൽ, ആ ശ്രദ്ധ, അതുകൊണ്ട് മാത്രമാണ് മഹാദുരന്തം ഒഴിവായത്. കുണ്ട്രയിൽ തീവണ്ടി അട്ടിമറിക്കാൻ നീക്കം നടത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. കാര്യം ഇത് ഏതെങ്കിലും തരത്തിൽ പോസ്റ്റ് ഒടിഞ്ഞ് വീണതല്ല. ആർക്കെയോ ചേർന്ന് റെയിൽവേ ട്രാക്കിന് നേരെ കുറുകെ ഒരു ടെലിഫോൺ പോസ്റ്റ് എടുത്ത് വെക്കലായിരുന്നു. അവരുടെ ഉദ്ദേശം തീവണ്ടി അട്ടിമറിച്ച് ദുരന്തമുണ്ടാക്കുക എന്നുള്ള മനഃപൂർവ്വ ഉദ്ദേശം ഉണ്ടായിരുന്നോ അതോ ഈ പറയുന്ന മയക്കുമരുന്ന് തലക്കി പിടിച്ച് ചെയ്ത അതിക്രമമാണോ എന്നറിയില്ല. എന്തായാലും പോലീസ് അന്വേഷിക്കും. എന്തായാലും ഒരാളോ 1-2 പേർ ചേർന്നാൽ പിടിച്ചാൽ പോകുന്ന പോസ്റ്റ് ഒന്നുമില്ല. നല്ല വെയിറ്റുള്ള പോസ്റ്റാണ്. മാത്രമല്ല അത് കറക്റ്റായിട്ട് ആ ട്രാക്കിൻ്റെ കുറുകെ വന്നിട്ടുമുണ്ട്. നാട്ടുകാർ കണ്ടു, എടുത്തു മാറ്റി. ഇല്ലെങ്കിൽ ഇന്ന് രാവിലെ നേരത്തെ അരുൺ പറഞ്ഞതുപോലെ നമ്മൾ കണ്ണു തുറക്കുക, മഹാദുരന്തത്തിലേക്ക് ആയിരുന്നിരിക്കണം. ഭാഗ്യം അതുണ്ടായില്ല.